ഹായ് ഡിയർ, വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ്. ഇന്ന് 1-ാം ഓണമാണ്. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ ഓണവിശേഷങ്ങൾ? നിങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിയോ? വസ്ത്രമൊക്കെ വാങ്ങിയോ? നിങ്ങളുടെ ഓണവിശേഷങ്ങൾ എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവച്ചാൽ എനിക്ക് സന്തോഷമായിരിക്കും. ഓക്കെ ഡിയർ. അപ്പോൾ നിങ്ങൾ വസ്ത്രം വാങ്ങുമ്പോൾ, ആഹാര സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിന് ബുദ്ധിമുട്ടുന്ന വ്യക്തികൾ ആരെങ്കിലും നിങ്ങളുടെ ചുറ്റിലുണ്ടെങ്കിൽ അവർക്ക് ആഹാര സാധനമായിട്ടോ വസ്ത്രമായിട്ടോ നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ കാശായിട്ടോ കൊടുത്ത് സഹായിക്കുക. ഒരുപാട് വലിയൊരു എമൗണ്ട് അല്ലെങ്കിലും ഒരു 500 രൂപയെങ്കിലും, ഞാനൊരു 500 എന്നൊരു ഫിഗർ പറയുന്നത് 500 രൂപ ഉണ്ടെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലും വാങ്ങാൻ സാധിക്കുകയുള്ളൂ നമുക്ക്. എന്തെങ്കിലും ഒരു സഹായം ചെയ്യാം നിങ്ങളുടെ വരുമാനം അനുസരിച്ച്. കേട്ടിയാർ. അപ്പോൾ നമ്മുടെ സന്തോഷത്തിൽ മറ്റുള്ളവരെയും കൂടി പങ്കുചേർക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അത് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് മാത്രമേ കൊണ്ടു തരികയുള്ളൂ. പിന്നെ നിങ്ങളെപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു 10% എപ്പോഴും ആഹാരമില്ലാതെ വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടുന്ന വ്യക്തികൾക്ക് അവ നൽകാനായിട്ട്, അല്ലെങ്കിൽ മരുന്നില്ലാതെ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്ന വ്യക്തികൾക്ക് ഒരു സഹായമായി നൽകാൻ ശ്രമിക്കുക. അതെപ്പോഴും നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് കൊണ്ടുവരും. നിങ്ങളുടെ ജേണിയിലും ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ ഡിയർ. അപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് ഓണമാണ്. അപ്പോൾ ഇതിലൊരു സബ്സ്ക്രൈബറെ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. ID നെയിം അമ്മുദലാൽ അമ്മു. അപ്പോൾ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കാം. ഈ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. എന്താണ് എന്നുള്ളത് ഞാൻ നേരിട്ട് പറയാം. പിന്നെ എൻ്റെ ഫോൺ ഇടയ്ക്കൊന്ന് ഹാങ് ആയിരുന്നു. അപ്പോൾ ഒന്ന് കുറേ നമ്പേഴ്സൊക്കെ ഫോണിൽ നിന്ന് ഡിലീറ്റായി പോയിട്ടുണ്ട്, പ്രത്യേകിച്ച് വാട്സപ്പിൽ സേവ് ചെയ്ത നമ്പേഴ്സ്. അപ്പോൾ എനിക്ക് 2 പേരുടെ കോണ്ടാക്ട്സ് അത്യാവശ്യമായിട്ട് വേണം. ഉഷ എന്നാണ് പേര് 2 പേരുടെയും. അപ്പോൾ 2 പേരും എന്നെ മുൻപ് കോണ്ടാക്ട് ചെയ്തിട്ടുള്ള 2 വ്യക്തികൾ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. വീണ്ടും എനിക്ക് അവരോട് ഒന്ന് സംസാരിക്കാനായിട്ടുണ്ട്. മുമ്പ് നമ്മുടെ ചാനലിൽ കൊടുത്തൊരു ഷോട്ട്, അതായത് സറണ്ടറിങ് ടു ഡിവൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷോട്ട്, അതിൻ്റെ താഴെ ഒരു കുട്ടി ഡൗട്ടായിട്ട് ചോദിച്ചിരുന്നു അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. മനസ്സും ശരീരവും ആത്മാവും ഭഗവാനിൽ സമർപ്പിക്കുക. ഓക്കെ ഡിയർ. നമ്മുടെ എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഡിവൈൻ ആയിരിക്കണം. നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം, നമ്മുടെ ആത്മാവ്, ഇതെല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് ജീവിക്കുക. അതിനായിട്ട് ആദ്യം നമ്മൾ ഉണരുമ്പോൾ തന്നെ ഭഗവാനെ, ഡിവൈനെ, നിങ്ങൾ ഏതൊരു ശക്തിയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആ ഒരു ശക്തിയോട് ഉള്ള ഒരു പ്രാർത്ഥനയോടുകൂടി, ഒരു പുതിയൊരു ദിവസം നൽകിയതിനുള്ള നന്ദിയോടുകൂടി ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഓരോ നിമിഷത്തിലും, നിങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും ഭഗവത് നാമം ഉണ്ടായിക്കോട്ടെ. എപ്പോഴും ഡിവൈനിൽ കണക്റ്റഡ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഏതൊരു ഭഗവാനെയാണോ, ഭഗവതിയാണോ, ഏതൊരു ശക്തിയാണോ നിങ്ങൾ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും ഓർക്കുന്നത്, ആ ഒരു ദൈവത്തിൻ്റെ നാമം എപ്പോഴും നിങ്ങളുടെ ചുണ്ടത്തുണ്ടായിക്കോട്ടെ. എപ്പോഴും ആ ഒരു നാമം മനസ്സിൽ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ട് ഏത് സമയവും ഡിവൈൻലി കണക്റ്റഡ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും, നിങ്ങളുടെ ഓരോ വാക്കുകളും, നിങ്ങളുടെ ഓരോ ചിന്തകളും ഡിവൈനിൽ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കുക എന്നുള്ളതാണ് സറണ്ടറിങ്ങിൽ വരുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എന്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുവോ അതും നല്ലതിന് വേണ്ടിയിട്ടാണ്. ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ കരുതും എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിച്ചല്ലോ, ഇങ്ങനെയൊക്കെയാണല്ലോ സംഭവിക്കുന്നത്, എന്താണിങ്ങനെ, ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നു എന്ന് കരുതും. പക്ഷേ അതിനൊക്കെയും ഒരു മറുവശമുണ്ട്. നമ്മൾ ദൈവത്തെ എത്ര ആരാധിച്ചിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ സങ്കടങ്ങളൊന്നും മാറുന്നില്ലല്ലോ എന്ന് കരുതും. പക്ഷേ
ഏതൊരു നിമിഷമാണോ ആ ദൈവത്തിലുള്ള പ്രാർത്ഥന, വിശ്വാസം, സമർപ്പണം ഒക്കെ നിങ്ങൾ വേണ്ടാന്ന് വെച്ച് പിന്തിരിയുന്നത്, ആ നിമിഷം മുതൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തായിരുന്നു ആ ഡിവൈൻ പ്രൊട്ടക്ഷൻ എന്നുള്ളത്. ആ ഒരു പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം നമ്മൾ എങ്ങനെയെങ്കിലും കടന്നു പോകുന്നത് എന്നതാണ് സത്യം. ആ ഒരു സത്യം ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഒരു ജേണിയിൽ വന്ന ശേഷം പല കാര്യങ്ങളും കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഡിവൈൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അതിനെ മറികടക്കാനായിട്ട് ഒന്നിനും സാധിക്കില്ല. നമുക്കൊരു ജേണിയുണ്ട്, ആ ഒരു ജേണി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അവിടെ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷനോടുകൂടി മുന്നോട്ട് പോകാൻ സാധിച്ചാൽ അവിടെ നമുക്ക് മനസ്സിനൊരു ശാന്തി ഉണ്ടാകും, സമാധാനം ഉണ്ടാകും. അതാണ് സറണ്ടറിങ് എന്ന് പറയുന്നത്. നമ്മുടെ ജേണിയിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കൗണ്ടർ പാർട്ടിൻ്റെ ജീവിതത്തിൽ ആ വ്യക്തിക്ക് എന്ത് സാഹചര്യങ്ങൾ വന്നാലും അതെല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് എനിക്കും എൻ്റെ കൗണ്ടർ പാർട്ടിനും എൻ്റെ ജേണിക്കും ഹിതകരമായിട്ടുള്ളത് എന്താണോ അത് ഈശ്വരൻ നടത്തിത്തരും എന്ന പരിപൂർണമായ വിശ്വാസത്തിൽ മുന്നോട്ട് ജീവിക്കുവാൻ സാധിച്ചാൽ അതാണ് സറണ്ടറിങ്. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തെ നമ്മൾ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളെന്നുള്ളൊരു വ്യക്തി നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ജേണിയുള്ളത്. അപ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, ക്വാളിറ്റി ഫുഡ് കഴിക്കുക. നമ്മൾ ഈ ഒരു ജേണിയിലേക്ക് വരുമ്പോൾ അറിയാതെ തന്നെ വെജിറ്റേറിയനായി പോവാറുണ്ട്. അപ്പോൾ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ നമ്മളിൽ നിന്ന് അകന്നു പോകും. അപ്പോൾ ശരീരത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും നമ്മൾ ഈ ഒരു വെജിറ്റേറിയൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുക, ഡ്രൈ ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുക, ജ്യൂസസ് ആയിട്ടൊക്കെ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു 2-3 ദിവസമെങ്കിലും ജ്യൂസസൊക്കെ ആയിട്ട് കുടിക്കുക. നല്ല പയറുവർഗ്ഗങ്ങൾ, അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുക, പ്രോട്ടീനാണ്. അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇതൊക്കെയും നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വളരെ ക്വാളിറ്റി ഫുഡ് കഴിക്കുക. ആരോഗ്യത്തെ എപ്പോഴും സംരക്ഷിക്കുക. അത്യാവശ്യം ചെറിയ വ്യായാമമൊക്കെ ചെയ്യുക, അതും നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച്. ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുക. ഇന്നർ വർക്കായാലും നമ്മുടെ ദൈനംദിന കാര്യങ്ങളായാലും ഒക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ജേണിയിൽ നമുക്കൊരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മളെന്നുള്ള വ്യക്തിയിലൊരു ഉത്തരവാദിത്തമുണ്ട്, ഈ ഒരു ജേണിയിലൊരു ഉത്തരവാദിത്തമുണ്ട്, നമ്മുടെ കൗണ്ടർ പാർട്ടിനോട് ഒരു ഉത്തരവാദിത്തമുണ്ട്, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ കുടുംബത്തിനോട്, ബന്ധുക്കളോട്, സമൂഹത്തോട്, ഈ ലോകത്തോട്, പ്രപഞ്ചത്തോട് എല്ലാം നമുക്ക് നമ്മുടേതായ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കാനായിട്ടുണ്ട്. അതിനുവേണ്ടി നിങ്ങളെപ്പോഴും സജ്ജമായിരിക്കണം, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും. ഇന്നർ വർക്ക് എന്ന് പറഞ്ഞ് എപ്പോഴും സമയം അതിനു വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യാതെ അത് വേണം. നിങ്ങളുടെ ആരോഗ്യവും സംരക്ഷിച്ച്, നിങ്ങളുടെ മനസ്സിനെയും സംരക്ഷിച്ച്, ആത്മാവിനെയും സംരക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. ശരീര സംരക്ഷണം നമ്മുടെ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ, വ്യായാമം ചെയ്യുന്നതിലൂടെയൊക്കെയും സമ്പാദിക്കുവാൻ അല്ലെങ്കിൽ ആരോഗ്യത്തെ സംരക്ഷിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ച് നിർത്തേണ്ടതാണ്. നമുക്ക് ഇന്ന കാര്യങ്ങൾ കാണാം, ഇന്ന കാര്യങ്ങൾ കേൾക്കാം, ചിലത് കാണാൻ പാടില്ല, കേൾക്കാൻ പാടില്ല, പറയാൻ പാടില്ല എന്നൊക്കെയുണ്ട്. അതൊക്കെയും നിങ്ങൾ അനുവർത്തിച്ച് വരിക. സത്യം പറഞ്ഞാൽ ഒരു സന്യാസ ജീവിതം അല്ലെങ്കിൽ ഒരു സന്യാസ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട കാര്യങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിലും ബാധകമാണ്. സന്യാസി എന്ന് പറയുന്ന ആൾ ഒരു കുടുംബത്തിൽ നിന്നും അകന്ന് അദ്ദേഹം പോയി ഒരു സോളിറ്റ്യൂഡിൽ ഇരുന്നു കൊണ്ടാണ് ആ ഒരു സന്യാസ ജീവിതം നയിക്കുന്നത്. നമ്മൾ ഒരു കുടുംബത്തിനകത്തിരുന്നു കൊണ്ടാണ്
നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ, കളയേണ്ട കാര്യങ്ങൾ എന്നൊക്കെ ഒരു വേർതിരിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ മനസ്സിനെ നിയന്ത്രിക്കേണ്ടതും മനസ്സിനെ ശാന്തമായി കൊണ്ടുപോകേണ്ടതും ഒക്കെയും അത്യാവശ്യമാണ്. മനസ്സിനെ കലങ്ങാൻ വിടാതിരിക്കുക, അതിന് വേണ്ടിയിട്ടുള്ളൊരു മാർഗമാണ് ഈ സറണ്ടറിങ് എന്ന് പറയുന്നത്. മനസ്സിൽ പലവിധ ചിന്തകൾ വരും. പ്ലാനറ്റ് ചേഞ്ചസ് വരുമ്പോൾ, മൂഡ് സ്വിങ്സ് വരുമ്പോൾ ഒക്കെയും നമുക്ക് പലവിധ ചിന്തകൾ വരും. ആ ചിന്തകളെയൊക്കെയും ഡിവൈനിലേക്ക് ക്രോഡീകരിക്കുക, ഡിവൈനിലെല്ലാം സമർപ്പിക്കുക. എനിക്ക് ഹിതകരമായിട്ടുള്ളത്, എൻ്റെ കൗണ്ടർ പാർട്ടിന് ഹിതകരമായിട്ടുള്ളത്, എൻ്റെ ഈ ഒരു ഡിവൈൻ ജേണിക്ക് ഹിതകരമായിട്ടുള്ളത് അത് ഈശ്വരൻ നടത്തിത്തരും എന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അതിന് നിങ്ങൾക്ക് ഇപ്പോഴും ഡിവൈൻ ആയിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഓരോ നിമിഷത്തിൽ എപ്പോഴും ഊണിലും ഉറക്കത്തിലും ഡിവൈൻ ആയിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി. ഡിവൈനുമായിട്ട് കണക്റ്റഡായിട്ട് ഇരിക്കുവാൻ ശ്രദ്ധിക്കുക. അത്തരത്തിൽ നിങ്ങൾ ജേണി മുന്നോട്ട് കൊണ്ടുപോവുക. അതാണ് സറണ്ടറിങ്. ഓക്കെ ഡിയർ, താങ്ക് യു സോ മച്ച്.